ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ഒരു വർക്കിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അതിൽ ജോയിൻ ചെയ്തു. അവരൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഡെയിലി അവർ കണ്ടൻറ്റൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ കാരണം മറ്റുള്ളവർ എന്തെങ്കിലും ഒരു പ്രതീക്ഷ അവർക്ക് കിട്ടാന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതേപോലെ വേറൊരു കാര്യം പറയാനാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ആരും എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ കോൾ വിളിക്കാതിരിക്കുക കേട്ടോ. കാരണം കോൾ വിളിക്കുമ്പോൾ എനിക്ക് ഒരുപാട് കോൾ, ഒരു 1000കണക്കിന് കോളാണ്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോഴേ ചിലർ ഞാൻ പേഴ്സണൽ മെസ്സേജ് അയച്ച് ഞാനിപ്പോൾ എടുക്കാറില്ല. പക്ഷേ ചിലർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കും. 10 പ്രാവശ്യം 20 പ്രാവശ്യം കോൾ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ അവർ പറയും 1000കണക്കിന് 500കണക്കിന് കോളാണ് എനിക്ക് വരുന്നത്, മെസ്സേജാണ് വരുന്നത്, അതുകൊണ്ടാണ് എടുക്കാതിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുക, ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തെന്ന് പറയുമ്പോൾ അപ്പോൾ അവരെൻ്റെ അടുത്ത് പറയണൊരു കാര്യമുണ്ട്, വെറുതെ പറയുന്നതാണല്ലേ, ഇത്ര കോളൊന്നും വരില്ല, മെസ്സേജൊന്നും വരില്ല എന്ന് എൻ്റെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരുമോ? അങ്ങനെ പറയുമ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് അയച്ചു കൊടുക്കുന്നുണ്ട്. കാണിച്ചു തരുമോ, അതേപോലെ സ്ക്രീൻഷോട്ട് അയച്ചു തരുമോ, വെറുതെ ആളെ കൂട്ടാനാണ്, സബ്സ്ക്രൈബർ കിട്ടാനാണ്, വ്യൂസ് കിട്ടാനാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ എൻ്റെ ചാനൽ കാണണ്ട, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുന്ന ജോബ്. സാധാരണക്കാരുടെ ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ്. അപ്പോൾ എനിക്ക് വരുമാനം കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്ത് ഓക്കെ ആണ്, എനിക്ക് വരുമാനം കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത്. കാരണം ഇപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ഡൗട്ടുണ്ട് ഞാൻ എന്ത് വർക്കാണ് ചെയ്യണത്. മെയിനായിട്ടുള്ള വർക്ക് ഞാൻ റിയൽ എസ്റ്റേറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വർക്കാണ് ചെയ്യണത്. അത് പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ 5 സ്റ്റാഫുണ്ട്. ഞങ്ങൾക്കും 5 പേരുണ്ട്. നമുക്ക് ഓഫീസുണ്ട്, ഡെൽടെക് എന്നാണ് ഓഫീസിൻ്റെ പേര്. അപ്പോൾ ആ ഒരു വർക്ക് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ചെയ്യുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു ഇൻകം, അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അതാണ് ഞാൻ മറ്റുള്ള ജോലികളോട്, യൂട്യൂബ് ആയാലും ഓൺലൈൻ ക്ലാസ്സുകളായാലും ആ ഒരു ജോലിയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് കാണാൻ, നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യം പറയാൻ തന്നെയാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ജോലി തന്നെയാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്കിപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇപ്പം നമുക്ക് വർക്കില്ലാതെ, ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ശരി, അവർക്ക് വർക്കില്ല എന്നുള്ള ജോലിയാണ്. പക്ഷേ എൻ്റെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ജോലി ഇല്ലാഞ്ഞിട്ടല്ല, ഓടാണ്, എനിക്ക് ജോലി ഇല്ലാഞ്ഞിട്ടല്ല, ജോലി ചെയ്യാൻ സമയം കിട്ടാൻ തന്നെ. ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ തന്നെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമ്മൾ വാടക വീട് മാറിയപ്പോൾ വന്നിരിക്കുന്ന വീട്ടിൽ സൗകര്യം തീരെ കുറവാണ്. അങ്ങനെ കുറവുള്ള സൗകര്യം, വാടക കുറവുള്ള വീട് നോക്കി എടുത്തതല്ല. അങ്ങനെ സിറ്റുവേഷൻ നമ്മൾ ഒരു പ്രത്യേക സിറ്റുവേഷൻ ആയിപ്പോയതാണ്, വേറെ വീട് കിട്ടാണ്ട്. പിന്നെ നമുക്ക് മാറാനുള്ള സാഹചര്യം, വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീട്ടിലാണെങ്കിൽ തീരെ സൗകര്യമില്ല, ഹാള് മാത്രമേ ഉള്ളൂ, 2 ചെറിയ ഉണ്ണുകളാണ്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല, പ്രത്യേകിച്ച് സ്കൂൾ പോയിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഉണ്ട്. ഞാൻ റിയൽ എസ്റ്റേറ്റ് അഡ്വർടൈസ്മെൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് സ്റ്റാഫുള്ള കാരണം അത് വലിയ കുഴപ്പമില്ല, നടന്നു പോകുന്നുണ്ട്. അതല്ലാതെ ഞാൻ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. എനിക്ക് യൂട്യൂബ് ഉണ്ട്, ഇൻസ്റ്റഗ്രാമിൽ കുഴപ്പമില്ലാത്ത റീച്ച് ഉണ്ട്, യൂട്യൂബിൽ നിന്ന് പ്രൊമോഷൻ വീഡിയോസ് കിട്ടും. പിന്നെ യൂട്യൂബിൽ നമ്മൾ വെറുതെ വീഡിയോസ് ഇട്ടാൽ തന്നെ നമുക്കതൊരു $1 കയറും. പിന്നെ ഞാൻ ഗ്രാഫിക് ഡിസൈൻ വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പ്രതിലിപിയിൽ എഴുതിയാലും നമുക്ക് ഏണിങ്സ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാം. പക്ഷേ എനിക്കതൊന്നും ചെയ്യാൻ പറ്റണില്ല. ഞാനിങ്ങനെ അതൊക്കെ ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പിള്ളേരുടെ കാര്യം നോക്കാൻ ആരുമില്ല. വീട്ടിലത്തെ കാര്യങ്ങൾ, പിള്ളേരുടെ കാര്യം നമുക്ക് അധികം സൗകര്യമൊന്നും ഇല്ലാത്ത വീട്. അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഫോണിൽ ഫുൾ ടൈം ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടിലത്തെ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ അവർക്ക് ഹസ്ബൻഡിനും പിള്ളേർക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വർക്ക് ഉണ്ടായിട്ടും പൈസ ഉണ്ടാക്കാനൊരു മാർഗ്ഗം ഉണ്ടായിട്ടും എനിക്കത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഒരുപാട് ചേച്ചിമാർ അവർക്ക് സമയമുണ്ട്. എൻ്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റ്. അവർക്ക് സമയം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സമയം ഉണ്ടാവും. പക്ഷെ അവർക്ക് എന്താ ചെയ്യണ്ടേ, എങ്ങനെ വരുമാനം ഉണ്ടാക്കണ്ടേ എന്നൊന്നും അവർക്ക് അറിയില്ല. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ളവർക്ക്
വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ, ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ ഞാൻ ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ചോദിക്കുന്നത് നിങ്ങൾക്ക് വ്യൂസ് കൂട്ടാനാണോ സബ്സ്ക്രൈബ് കൂട്ടാനാണോ? അങ്ങനെയല്ല, എനിക്ക് വ്യൂസും സബ്സ്ക്രൈബും ഒന്നും വേണ്ട. കാരണം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഒരു 2-2.5 മാസത്തോളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് വ്യൂസും സബും കേട്ട് കൂട്ടാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഈ വീഡിയോസിൻ്റെയൊക്കെ വ്യൂസ് എന്തോരം ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് എന്തോരം വരുന്നുണ്ട്. അത്യാവശ്യം വ്യൂസ് ഉള്ള ചാനൽ തന്നെയാണ്. എനിക്ക് 3 ചാനലുണ്ട്. ഞാനിപ്പോൾ ഒരുപാട് ഭയങ്കര സ്റ്റൈലായിട്ട് ഞാൻ ഇതേ കണ്ണെഴുതി പൊട്ട് കുത്തിയിട്ട് ഒന്നല്ല വീഡിയോ ചെയ്തത്. ഞാൻ ഇങ്ങനെ വീട്ടിലിരിക്കാൻ അതേപോലെ തന്നെ ഞാൻ വീഡിയോ ചെയ്യണത്. അപ്പോൾ അല്ലാതെ പിന്നെ ഇപ്പം ഞാൻ നല്ല ക്യാമറയിലോ അങ്ങനെയൊന്നുമല്ല, എൻ്റെ സാധാ ഫോണിൽ പിള്ളേർ ഇങ്ങനെ കളിക്കാനെടുക്കണ ആ ഒരു ഫോണിൽ തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യണത്. എനിക്ക് ക്യാമറ ഒന്നുമില്ല, എനിക്ക് സ്പീക്കറോ ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ തന്നെ വീഡിയോ ചെയ്യുന്നത്. എന്നിട്ടും എൻ്റെ വീഡിയോസിന് അത്യാവശ്യം റീച്ച് ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ എനിക്ക് സബ്സ്ക്രൈബർ വേണ്ട. ഇപ്പോൾ ഈ ഒരു ചാനലിൽ തന്നെ 30,000 മുകളിൽ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ നമുക്ക് തന്നെ കിട്ടിയ സബ്സ്ക്രൈബറാണ്. അപ്പോൾ എനിക്ക് വേറെ 2 ചാനലുണ്ട്. അതിലൊരു ചാനലിൽ 17,000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്, അതിലും അത്യാവശ്യം റീച്ച് ഉണ്ട്. പിന്നെ ഡെൽടെക്കിൽ നമുക്ക് 20,000 മുകളിൽ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അതിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടും അതിൽ നമുക്ക് സബ്സ്ക്രൈബർ വേണ്ട. സബ്സ്ക്രൈബറും വ്യൂസും റീച്ചിനും വേണ്ടിയല്ല നമ്മുടെ വീഡിയോസ് ഉള്ളത്. പിന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷെ അത് മാത്രം ലക്ഷ്യം വെച്ചിട്ട് ഇരിക്കുന്ന ഒരു യൂട്യൂബർ അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ എൻ്റെ ഒരു ചാനൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ കാണാൻ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.